സംസ്ഥാനത്ത് കുട്ടികളിലും യുവാക്കളിലും വർദ്ധിച്ചുവരുന്ന അക്രമവാസനയ്ക്കും ലഹരി ഉപയോഗത്തിനുമെതിരെ സന്ദേശമുയർത്തി തലസ്ഥാന നഗരിയിലെ ഈദ്ഗാഹ്. വെഞ്ഞാറമൂട് കൂട്ടക്കൊല അടക്കമുള്ള ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു പാളയം ഇമാം ഡോക്ടർ വി.പി. സുഹൈബ് മൗലവിയുടെ പ്രഭാഷണം. അതോടൊപ്പം വഖഫ് നിയമ ഭേദഗതിക്കെതിരെയും പരാമർശമുയർന്നു. Alhamdulillahi Rabbil Alameen Ar-Rahmanir Rahim Maliki Yawmiddin Iyyaka na'budu wa iyyaka nasta'in. 3000-ലധികം ഇസ്ലാം മതവിശ്വാസികളാണ് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച ഈദ്ഗാഹ് ചടങ്ങിൽ പങ്കെടുത്തത്. കുട്ടികളിലും യുവാക്കളിലും വർദ്ധിച്ചുവരുന്ന അക്രമവാസനയ്ക്കും ലഹരി ഉപയോഗത്തിനുമെതിരെ സന്ദേശമുയർത്തിയായിരുന്നു ഈദ്ഗാഹ്. വെഞ്ഞാറമൂട് കൂട്ടക്കൊല, കോഴിക്കോടെ വിദ്യാർത്ഥിയുടെ കൊലപാതകം എന്നിവയും പരാമർശിച്ചായിരുന്നു പാളയം ഇമാം ഡോക്ടർ വി.പി. സുഹൈബ് മൗലവിയുടെ പ്രഭാഷണം. ലഹരി അതൽപ്പവും നിഷിദ്ധമാണ്. നമ്മുടെ തലസ്ഥാന നഗരിയിൽ നിന്ന് തന്നെ ഈ റമളാനിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന്റെ മുന്നോടിയായിട്ട് വളരെ ഭയാനകമായതല്ലെങ്കിൽ ഭീകരമായ ഒരു വാർത്ത കേൾക്കുകയുണ്ടായി. ഒരു ചെറുപ്പക്കാരൻ കുടുംബത്തിലെ അടക്കം 5 പേരെ അതിദാരുണമായി കൊലപ്പെടുത്തിയ ഒറ്റ ദിവസത്തിൽ കൊലപ്പെടുത്തിയ വാർത്തയാണ് നമ്മൾ കേട്ടതെങ്കിൽ അധികം താമസിയാതെ തന്നെ കോഴിക്കോട് ജില്ലയിൽ നിന്ന് സഹപാഠിയെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ സഹപാഠികൾ കൊലപ്പെടുത്തിയ വാർത്തയും നമ്മൾ കേൾക്കുകയാണ്. സഹോദരങ്ങളെ, നമുക്കെവിടെയൊക്കെയോ എന്തൊക്കെയോ നഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. എന്താണ് നമുക്ക് നഷ്ടപ്പെടുന്നതെന്ന് ചോദിച്ചാൽ ക്ഷമയാണ് നമുക്ക് കാര്യമായി നഷ്ടപ്പെടുന്നത്. വഖഫ് നിയമ ഭേദഗതിയെ എതിർക്കേണ്ടത് അനിവാര്യമാണെന്ന ആവശ്യവും ഈദ്ഗാഹിൽ ഉയർന്നു. വിശ്വാസികളാണ് വഖഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യേണ്ടതെന്നും ബിൽ പാസായാൽ വഖഫ് സ്വത്തുക്കൾ നഷ്ടമാകുന്നതിന് കാരണമാകുമെന്നും സുഹൈബ് മൗലവി പറഞ്ഞു. വഖഫിനെ സംബന്ധിച്ച് പറയുമ്പോ അത് അള്ളാഹുവിന്റെ ധനമാണ്, അത് മാലുള്ളയാണ്. അൽ വഖഫു മാലുള്ള, അള്ളാഹുവിന്റെ ധനം എന്ന നിലയ്ക്ക് അത് അങ്ങേയറ്റം ജാഗ്രതയോടെ കൈകാര്യം ചെയ്യാനാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ രാജ്യത്ത് വളരെ വ്യക്തവും കൃത്യവുമായ വഖഫ് നിയമങ്ങൾ ഉള്ളത് എന്നുള്ളതാണ്. എന്നാൽ ഈ നിയമങ്ങളിൽ വലിയ ഭേദഗതികൾ വരുത്തുന്ന ബില്ലാണ് പാസാക്കാൻ പോകുന്നത്. വിശ്വാസികളാണ് വഖഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യേണ്ടതെന്നത് ഖുർആനിന്റെ തത്വമാണ്. ആ തത്വത്തിനെതിരാണ് യഥാർത്ഥത്തിൽ പുതിയ ബില്ലിലെ ഇത്തരം പരാമർശങ്ങൾ എന്ന് പറയുന്നത്. പലസ്തീൻ ജനത അനുഭവിക്കുന്ന ദുരിതവും പ്രഭാഷണത്തിൽ ഉയർന്നു. പലസ്തീൻ ജനതയ്ക്കായി പ്രാർത്ഥിക്കണമെന്നും ഒരു യുദ്ധവും സമൂഹത്തിന് നന്മ നൽകുന്നില്ല എന്നും പാളയം ഇമാം വ്യക്തമാക്കി. ഈദ് നമസ്കാരം കഴിഞ്ഞ് പരസ്പരം ആശ്ലേഷിച്ചും സന്ദേശങ്ങൾ കൈമാറിയുമായിരുന്നു ഓരോരുത്തരും വീടുകളിലേക്ക് മടങ്ങിയത്. ജില്ലയിലെ വിവിധയിടങ്ങളിലെ പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും നടന്നു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.